morning. Good morning, Miss. Good morning. Good morning, Miss. Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Morning. Good morning. Morning. Madam. Morning. Morning. Check-in done. സുഖാണോ? സുഖം മാം. മാമിനോ? കുഴപ്പമില്ല. മോർണിംഗ് ഹസീന. ഞങ്ങളുടെ 1-2 മൊഡ്യൂൾ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോ അറിയാലോ 1-2 തീരുന്ന സമയത്ത് എക്സാം ഉണ്ടാവുന്ന. Okay, good morning to all. ഇപ്പൊ ചാപ്റ്റർ 6 റേഡിയോളജി ആൻഡ് ഇമാജിനിങ് സർവീസസ് ആണ് എടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്ന് നെക്സ്റ്റ് മന്തിലേക്ക് പോകില്ല ചിലപ്പോ.
ഇപ്പോൾ ഈ മന്ത് ലാസ്റ്റ് ആവുമ്പോഴേക്കും തീരും പോർഷൻസ്. ഇനി ടെർമിനോളജി കൂടി എനിക്ക് എടുക്കാനുള്ളൂ. ബാക്കി എല്ലാ ടീച്ചേഴ്സിനും ഒരേ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കാനുണ്ടാവും. എങ്കിലും ഡിസംബർ ഫസ്റ്റോടുകൂടി ചിലപ്പോൾ എക്സാം ഉണ്ടാവും കേട്ടോ. ഓക്കെ. വെക്കേഷൻ സമയത്തല്ല, അതിന് മുമ്പുണ്ടാവും. ഒരു എക്സാം ചിലപ്പോൾ രാത്രി ആയിരിക്കുള്ളൂ നിങ്ങൾക്ക്. 7 to 8 അങ്ങനെയൊക്കെ ഒരു ടൈം ആയിരിക്കുള്ളൂ. എന്താ പ്രശ്നം? ചിലപ്പോ പകലായിരിക്കാം. 2 മണി മുതൽ 3:30 വരെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടൈം ആയിരിക്കും. ഓൺലൈൻ എക്സാം അല്ലേ, എവിടെ ഇരുന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യാലോ. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് 2 ദിവസം സ്റ്റഡി ലീവ് തരും എക്സാമിന് മുമ്പായിട്ട് കേട്ടോ. 2 ദിവസം 1 ദിവസമായിട്ട് തരും. യെസ്. Radiology and Imaging Services introduction നോക്കാം. Radiology department is an essential part of any hospital. Radiology is regarded as a branch of medicine that deals with the radiant energy in the diagnosis and treatment of diseases by using imaging technologies. Medical imaging is visualization of body parts, tissues, or organs for use in medical diagnosis, treatments, and disease monitoring. Okay. നമ്മുടെ ഹോസ്പിറ്റലിൽ പോയപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. എത്ര പേര് അതിനകത്ത് കയറിയിട്ടുണ്ടോ ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട്? എക്സ്റേ ഒക്കെ മാക്സിമം എടുത്തിട്ടുണ്ടാവും മിക്കവരെങ്കിലും അല്ലെ? എക്സ്റേയിൽ ആരെങ്കിലും കൂടെയെങ്കിലും കയറിയിട്ടുണ്ടാവും. അവർക്കെല്ലാം തന്നെ കൂടെയെങ്കിലും പോയിട്ടുണ്ടാവും അല്ലെ? പുറത്തൊന്നെങ്കിലും നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ. യെസ്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണ്? എന്ത് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ? യെസ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ ഒരു എസെൻഷ്യൽ പാർട്ടാണ് എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി that deals with the radiant energy, the diagnosis and treatment of diseases by using imaging technologies. അതായത് നമ്മൾ റേഡിയന്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമാജിംഗ് ടെക്നോളജീസ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതായത് മെഡിക്കൽ ഇമാജിംഗ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏതിന്റെ വിഷ്വലൈസേഷൻ ആണ്? ബോഡി പാർട്സ് അല്ലെ? ബോഡി പാർട്സുകള്, ടിഷ്യൂസ്, ഓർഗൻസ് ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഡിസീസസ് മോണിറ്ററിംഗ്. ഓക്കെ. എന്താണ് എന്തിന്റെയൊക്കെ ദൃശ്യവൽക്കരണം, എന്തിന്റെയൊക്കെ വിഷ്വലൈസേഷൻ ആണ് റേഡിയോളജി മാക്സിൽ നമ്മൾ എടുക്കുന്നത്? ബോഡി പാർട്സ് അല്ലെ? നമ്മുടെ ശരീരഭാഗങ്ങള്, ടിഷ്യൂസ്, നമ്മുടെ കോശങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഓർഗൻസ്, മറ്റ് അവയവങ്ങളുടെയൊക്കെ ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ അല്ലെങ്കിൽ അതിന്റെമായി ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായിട്ടും നിർവഹിക്കുന്നത്. ഓക്കെ. യെസ്. ഇനി അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ടെക്നോളജീസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ ഇമാജിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഏതാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI അല്ലെ? നമുക്ക് നോക്കാം എക്സ്റേ എന്താണ്. ഇമാജിൻ കമ്പോസസ് ഓഫ് ദി ഫോളോയിങ്. നിങ്ങളുടെ ടെക്സ്റ്റില് ഇൻകോർപ്പറേറ്റേഴ്സ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? ഇമാജിൻ ഇൻകോർപ്പറേറ്റേഴ്സ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? നോക്കിയേ, ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. ഇമാജിൻ എന്താ കൊടുത്തിരിക്കുന്നത്? കമ്പോസേഴ്സ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അന്നെങ്കിൽ മാറ്റണ്ട. ഓക്കെ. ഓക്കെ, ശരി. എന്താണ് എക്സ്റേ? എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? X-ray is a rapid pain-free procedure that is done to create images of the structure within the body, particularly the bones. നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എക്സ്റേ എടുക്കുന്നത്? എന്താണ് എക്സ്റേ? എന്താണ് എക്സ്റേ എന്ന് പറയുന്നത്? നമുക്ക് റാപ്പിഡ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അല്ലെ? നമുക്ക് ഒരു പെയിൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്, വളരെ പെയിൻ ഉള്ള ഒരു പ്രൊസീജിയർ ആണ് എക്സ്റേ.
പെയിൻ ഉണ്ടോ? എക്സ്റേ എടുക്കുന്ന സമയത്ത് ഇല്ല. പെയിൻ റിലീഫ് ആണ് അല്ലെ, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി. എന്തിന്റെ ഇമേജസ് ആണ് നമ്മൾ എക്സ്റേയിൽ എടുക്കുന്നത്? എന്തിന്റെ ഇമേജസ് ആണ് എക്സ്റേയിൽ നമ്മൾ എടുക്കുന്നത്? ബോൺസ് അല്ലെ, എല്ലുകളുടെ എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ ഒടിവോ ചതവൊക്കെ സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ എക്സ്റേ ഇമേജസ്, ബോൺസുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ഇമാജിൻ ടെക്നിക്സ് ആണ് എന്ത്? അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് അൾട്രാസൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ഇമേജസ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. Non-invasive procedures safe to observe features, transducer over the skin conducting gel. അൾട്രാസൗണ്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റുള്ള ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. ഇവിടെ നമ്മൾ എങ്ങനെയുള്ള വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളാണ് അല്ലെ, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകളാണ് നമ്മൾ അൾട്രാസൗണ്ടിൽ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തിന്റെയൊക്കെ പിക്ചേഴ്സ് ആണ് എടുക്കുന്നത്? എന്തിന്റെയൊക്കെ പിക്ചേഴ്സ് ആണ്? ഇമേജസ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ് അല്ലെ, സോഫ്റ്റ് ടിഷ്യൂസിന്റെയും അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ ഓർഗൻസിന്റെയൊക്കെ പിക്ചേഴ്സ് ആണ് നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നോൺ ഇൻവാസീവ് പ്രൊസീജിയർ സേഫ് ടു ഒബ്സർവ് ഫോർച്ചേഴ്സ്, ട്രാൻസ്ഡ്യൂസർ ഓവർ ദ സ്കിൻ ആൻഡ് കണ്ടക്ടിങ് ജെൽ. ഇവിടെ എന്താണ് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്? എന്ത് ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? ഫോർച്ചസ് എന്താണ്? ഫോർച്ചസ് എന്താണ്? ഭ്രൂണം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അറിയാലോ, ഭ്രൂണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതായത് ആ ഒരു ട്രാൻസ്ഡ്യൂസർ കേസ്, അതായത് നമ്മളുടെ ആ ശരീരത്തിൽ നമ്മുടെ വയറിന്റെ ഭാഗത്ത് ഒരു ജെല്ല് പുരട്ടും അല്ലെ, ജെല്ല് പുരട്ടിയതിനു ശേഷം അതെന്താണ്? ഒരു ഡിവൈസ് ഉണ്ട്, അതിന്റെ പേരാണ് എന്താ? ട്രാൻസ്ഡ്യൂസർ കേസ്. നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ട്രാൻസ്ഡ്യൂസർ കേസിന് സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? TUCCER എന്നുണ്ട് കേട്ടോ അവിടെ. ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാണ് പറയുന്നത്. ഡ്യൂസർ എന്നുണ്ട്, DUCAR എന്നുണ്ട് കേട്ടോ. TUCCR സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേ. TU കഴിഞ്ഞിട്ട് CCR ഉണ്ട്. ട്രാൻസ്ഡ്യൂസർ കേസ്. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്തേ. ട്രാൻസ്ഡ്യൂസർ കേസ്. ഓക്കെ, യെസ്. അതെന്താണ്? അതൊരു അൾട്രാസൗണ്ട് മെഷീൻ ആണ് അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ജെല്ല്, നമ്മുടെ ശരീരത്തിൽ ആ ജെല്ല് പരത്തിയതിനു ശേഷം എന്താണ്, നമ്മൾ ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മുടെ ഭ്രൂണത്തിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അൾട്രാസൗണ്ട് വഴി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ട്രാൻസ്ഡ്യൂസർ കേസ്. പ്രത്യേകിച്ച് ഭ്രൂണത്തിന്റെ ഇമേജസ് ഒക്കെ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. ഓവർ ദ സ്കിന്നിന്റെ കണ്ടക്ടിങ് ജെൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമാജിനറി ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്? CT സ്കാൻ ആണ് അല്ലെ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. എന്താണ് CT സ്കാനിന്റെ പ്രത്യേകത? A CT scan, known in the name of a computer tomography scan, makes of computer processed length of many X-ray measurements in front of the dome. Measurements കഴിഞ്ഞിട്ട് taken different angles. Measurements കഴിഞ്ഞിട്ട് taken different angle എന്നാണ്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തേ. മെഷർമെന്റ്സ് കഴിഞ്ഞിട്ട് taken different angles. മെഷർമെന്റ് കഴിഞ്ഞിട്ട് ടേക്കൺ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് എന്നാക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ബാക്കിയുള്ളവര്? മെഷർമെന്റ് എന്ന ഭാഗം കഴിഞ്ഞിട്ട് ടേക്കൺ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് എന്നാക്കാം. ഡിഫറെന്റ് ആംഗിൾസ് അവിടെ ഉണ്ട്, ടേക്കൺ ഫ്രം മാത്രം നിങ്ങൾ അവിടെ നിന്ന് ആഡ് ചെയ്യാം. ടേക്കൺ ഫ്രം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ടെക്സ്റ്റില് കേട്ടോ. കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. ഡിഫറെന്റ് ആംഗിൾസ് ടു ജനറേറ്റ് ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് എ ഒബ്ജെക്ട്, allowing the user to see inside the object without cutting. ഓക്കെ, അപ്പം പറയുന്നത് എന്താണ് CT സ്കാൻ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത് അല്ലെ.
ഈ ഒരു CT സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നത്? CT സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നത്? Length of many X-ray measurements. Many X-ray measurements. അതായത് ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് നമുക്ക് എന്താണ്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേണോ? പേജ് നമ്പർ 36. അതായത് നമ്മൾ ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഇമാജസ് നമുക്ക് ഇപ്പൊ നിങ്ങൾ CT സ്കാന്റെ പ്രിന്റ് കണ്ടിട്ടുണ്ടോ? അതിന്റെ ഇമാജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഓൾറെഡി നമ്മുടെ എക്സ്റേയിൽ ഒരു ഫോർമാറ്റിൽ മാത്രമേ പിക്ചർ ഉണ്ടാവുള്ളൂ അല്ലെ? പക്ഷെ CTയിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇമാജസ് നമുക്ക് ഒരു ക്രോസ് സെക്ഷൻ ഇമാജസ് ഒക്കെ, അതായത് ഒരു സ്ക്രീനിൽ തന്നെ ഒരു വലിയ PGC തന്നെ എന്താണ് പല ഇമാജസ് കാണാൻ സാധിക്കും. അതായത് ചെറിയ എക്സ്റേ പോലെ തന്നെ നമുക്ക് എന്താണ് അതിന് ചെറിയതായിട്ടുള്ള പോർഷൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ക്രോസ് സെക്ഷൻ ഇമാജസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിക്ചർ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? ഓക്കെ, ഇതെല്ലാം തന്നെ ഓരോ ഭാഗത്തിന് ഓരോ ഇപ്പൊ നമ്മുടെ തലയുടെ സ്കാൻ ആണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? തലയുടെ വിവിധ ഡിഫറെന്റ് ആംഗിൾസിൽ നിന്നുള്ള പിക്ചേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ക്രോസ് സെക്ഷൻ ഇമാജസ് ആയിട്ട് നമ്മൾ പറയുന്നത് പല രീതിയിലും പല ഫ്രെയിംസിൽ നമുക്ക് ഇത് എടുക്കാൻ സാധിക്കും. പിന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇവിടെ എന്താ സൂചിപ്പിക്കുന്ന? ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് ക്രോസ് സെക്ഷൻ ഇമാജസ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയുടെ ഒബ്ജക്റ്റിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, യെസ്. അതായത് നമ്മൾ എക്സ്റേയിൽ ഒരൊറ്റ പിക്ചർ ആയിരിക്കുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ആംഗിൾസിൽ നിന്നുള്ള പിക്ചേഴ്സ് നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ ഒരൊറ്റ പേജിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. യെസ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന എക്സ്പാൻഷൻ പഠിക്കണം. ഏത് തരം ഇമാജസ് ആണ് എടുക്കുന്നത്? ക്രോസ് സെക്ഷൻ ഇമാജസ് എന്നുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ ഇമാജിംഗ് സർവീസസ് ആണ് എന്ത്? MRI. എന്താണ് MRIയുടെ എക്സ്പാൻഷൻ? MRI പറയൂ, എന്താണ് MRI? മാഗ്നറ്റിക് റിസോണൻസ് ഇമാജസ്. മാഗ്നറ്റിക് റിസോണൻസ് ഇമാജസ് ആണ് എന്ത്? MRI. Strong magnetic field and ratio. Radio waves are used to review structure and create three-dimensional images. Show blood flow, damage, torn ligaments and tendons, other soft tissues, abnormality and invasive. MRI എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക്സ് ആയിട്ടുള്ള സ്ട്രോങ് മാഗ്നറ്റിക് അല്ലെങ്കിൽ എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് എന്ന മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നതിനെ? സ്ട്രോങ് മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയുള്ള തരംഗങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് MRIയിൽ? നമ്മള് കൂടിയ കാന്തികക്ഷമത കൂടിയ അല്ലെ? കാന്തികക്ഷമത കൂടിയ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ MRI പിക്ചേഴ്സുകൾ എടുക്കുന്നത് അല്ലെ? അത് എങ്ങനെയുള്ള ഇമാജസ് ആണ് ഉപയോഗിക്കുന്നത്? ഇവിടെ 3D ഇമാജസ് ആണ് അല്ലെ? 3D ഇമാജസ് ആണ് നമ്മൾ MRI ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ MRI എടുക്കുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ MRIക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട്സ് ഡാമേജസോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഡാമേജസ് എന്താണെന്ന് അറിയാമല്ലോ? ബ്ലഡ് രക്തം കട്ടപിടിച്ചിരിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ട്രോൺ ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ്. എന്താണ് ട്രോൺ ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ് എന്ന് പറയുന്നത്? ലിഗമെന്റ് എന്താണ്? ലിഗമെന്റ്സ്
This ligament നമ്മുടെ രണ്ട് ബോൺസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ടെൻഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെൻഡൻസ്. രണ്ട് ബോൺസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ്സ്. ടെൻഡൻസ് എന്തായിരിക്കും? അപ്പോ മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ ടെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടോൺ ലിഗമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീർണമായിട്ടുള്ള, ഇപ്പൊ ലിഗമെന്റ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ജീർണത അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീറിയ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. എന്തെങ്കിലും ലിഗമെന്റ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക എന്ന് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് MRI ചെയ്യുന്നുണ്ട്. ഇനി അതേഴ്സ് ഓഫ് ടിഷ്യൂസ് അബ്നോർമാലിറ്റി. അതേഴ്സ് ഓഫ് ടിഷ്യൂസ് അബ്നോർമാലിറ്റി എന്താണ്? അതേഴ്സ് സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റീസ്. അബ്നോർമാലിറ്റി എന്താണ്? അബ്നോർമാലിറ്റി നോർമൽ അല്ലാത്ത അവസ്ഥ. ഓക്കെ, അത് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്? അബ്നോർമാലിറ്റി വരുന്ന സിറ്റുവേഷൻ എന്താണ്? അസ്വാഭാവികത്വം വരുന്ന സിറ്റുവേഷൻ. യെസ് എനി ചേഞ്ച് ഇൻ നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ ചിലർ നമ്മള് തല അടിച്ച് വീഴുന്ന അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ പറ്റുന്ന സമയത്ത് എന്താണ് പേഷ്യന്റ് ചിലപ്പോൾ എന്താണ് അബ്നോർമൽ ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ, ചിലപ്പോ അൺകോൺഷ്യസ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയും കാണും. അത്തരം സിറ്റുവേഷൻസിലൊക്കെ എന്താണ് നമ്മുടെ MRI ആണ് അവിടെ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഇമാജിനറി സർവീസസ് ആണ് എന്താ MRI എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയുള്ള പിക്ചേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? 3 dimensional ഇമേജസ്, 3D ഇമേജസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. ഏറ്റവും കാന്തികക്ഷമത ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ MRI സ്കാൻ നടത്തപ്പെടുന്നത്. പ്രധാനമായിട്ടും ബ്ലഡ് ക്ലോട്ട്സുകൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ്, ടെൻഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കേസസുകൾ എക്സെട്ര, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ എന്ത് MRI സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഇമാജിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. ഓക്കെ, യെസ്. എക്സ്റേ ഉപയോഗിക്കുന്നത് നമ്മള് ബോൺസിന്റെ ഒക്കെ പിക്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ട്രക്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റേ ഇമാജസ് ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ട് വേവ്സുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും പിക്ചേഴ്സ് നമ്മൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് പ്രത്യേകിച്ച് ഒരു ഭ്രൂണത്തിന്റെ ഒബ്സർവേഷൻ അല്ലെ, ഫോർട്ടിസിന്റെ ഒബ്സർവേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ട്രാൻസ്ഡ്യൂസർ കേസസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ജെൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. CT സ്കാൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻസ് ആണ് അല്ലെ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റീരിയൽസിന്റെ മെഷർമെന്റ്സ് നമ്മൾ ഡിഫറെന്റ് ആംഗിൾസിലൂടെ ഒരു ക്രോസ് സെക്ഷൻ ഇമേജസ് ആയിട്ടാണ് CT സ്കാനിൽ എടുക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ MRI എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉപയോഗിച്ച്, റേഡിയോ വേവ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന 3 dimensional പിക്ചേഴ്സ് ആണ് MRIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ 4 ഇമാജിനറി സർവീസസ് ഏതൊക്കെയാണെന്ന്? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. Classification of radiological work. Radiology can be classified into 3 different areas. നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന വർക്ക്സുകൾ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഓക്കെ, നമുക്ക് നോക്കാം. റേഡിയോളജിയുടെ ക്ലാസിഫിക്കേഷൻ വർക്ക് ബേസ്ഡിൽ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള എന്താണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി? Radiologists employ imaging techniques like X-ray, ultrasound, CT scan, and MRI scans to identify disorders throughout the body. Okay, diagnostic radiology എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? എന്ത് തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമാജിനറി ടെക്നിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് റേഡിയോളജിസ്റ്റ്. ആരാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്?
ഇന്റേണൽ പാർട്സിന്റെ ഒരു രോഗിയുടെ ഇന്റേണൽ പാർട്സിന്റെ ചിത്രങ്ങൾ എടുത്ത് രോഗം നിർണയിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ്സുകൾ നടത്തുന്നു. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെക്നീഷ്യൻസ് ആണ് ആര്? റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരു രോഗിയുടെ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇന്റേണൽ പാർട്സുകൾ വിവിധ തരം ഇമാജിനൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അത് അനലൈസ് ചെയ്ത് അത് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണ് ആര്? റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ തരം ടെക്നിക്സ് ആണ് ഇവിടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ടു ഐഡന്റിഫൈ ഡിസോർഡേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി. ശരീരത്തിനകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ത്രൂ ഔട്ട് ആയിട്ടുള്ള ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ വെരിഫൈ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയഗ്നോസിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഇതിൽ നടക്കുന്നത്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ്, ഇന്റർവെൻഷണൽ റേഡിയോളജി. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, ഇന്റർവെൻഷണൽ റേഡിയോളജി. Radiology is that focuses on using minimal invasive intervention techniques, non-surgical treatments to diagnose and treat patients. Okay. Interventional എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്റർവെൻഷൻ ചെയ്യാന്ന് പറയുന്നത് എന്തായിരിക്കും? ശരീരത്തിന് പുറത്താണോ ശരീരത്തിനുള്ളിലായിരിക്കും അത്? എന്തായിരിക്കും? പുറത്താണോ? ശരീരത്തിനുള്ളിലാണ് കേട്ടോ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അകത്തായിട്ട്, ബോഡിയുടെ അകത്തായിട്ട് എന്താണ് എന്ത് പ്രൊസീജിയേഴ്സ് ആണ് നടക്കുന്നത്? നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. അതായത് ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇന്റർവെൻഷൻ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രാഫി, ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, biopsy procedures, cardiac catheterization, angioplasty or balloon dilatation of blood vessels. നോക്കി, ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്ന എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. എന്താണ് ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്? അതായത് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന എന്താണ്? യൂസിങ് മിനിമൽ ഇൻവാസീവ് ഇന്റർവെൻഷൻ പ്രൊസീജിയർ. അതായത് ചെറിയൊരു മുറിവുകളിലൂടെ മാത്രമാണ് ഇവിടെ എന്ത് നടക്കുന്നത്? ഈ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ പ്രൊസീജിയേഴ്സുകൾ നടത്തപ്പെടുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, യൂസിങ് മിനിമൽ ഇൻവാസീവ് ഇന്റർവെൻഷൻ ടെക്നിക്സ്. അതായത് ചെറിയ മുറിവുകളിലൂടെ മാത്രമാണ് നമ്മൾ മിനിമൽ ഇൻവാസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇവിടെ നടത്തപ്പെടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് എന്താണ്? രക്തക്കുഴലിലെ പ്രൊസീജിയേഴ്സ്, പ്രത്യേകിച്ച് ആൻജിയോഗ്രാഫി. എന്താണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടാവുമല്ലോ, കേൾക്കാത്തവരായിട്ടുണ്ടാവില്ല. ആൻജിയോഗ്രാഫി എന്ത് പ്രൊസീജിയർ ആണ്? അതായത് ഏത് ബ്ലഡ് വെസൽസിനാണോ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് നേരിട്ടിരിക്കുന്നത് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻജിയോഗ്രാഫി എടുക്കുന്നത്. ഓക്കെ, യെസ്. അറ്റാക്സ് വരുന്നാൽ ഏതെങ്കിലും ഒരു രക്തക്കുഴലിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ആൻജിയോഗ്രാഫി എടുക്കുന്നത്. ഓക്കെ, യെസ്. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പോലത്തെ സിറ്റുവേഷൻസ്. ദെൻ ബയോപ്സി പ്രൊസീജിയർ. അടുത്തത് എന്താണ്? ബയോപ്സി പ്രൊസീജിയർ. എന്താണ് ബയോപ്സി? ബയോപ്സി പ്രൊസീജിയർ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? യെസ്, വെരി ഗുഡ്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, അതായത് നമ്മുടെ ജീവശരീരത്തിൽ നിന്ന് ദ്രവമോ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളൊക്കെ എടുത്തു കളയുന്ന ഒരു പ്രൊസീജിയർ ആണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്ത റേഡിയോളജി, ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ വരുന്ന അടുത്ത പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാർഡിയാക് കാത്തറൈസേഷൻ. കാർഡിയാക് കാത്തറൈസേഷൻ എന്താണ് ഇത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? കാർഡിയാക് കാത്തറൈസേഷൻ പ്രോസസ് എന്ത് പ്രോസസ്സാണ്? ഏത് സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ബ്ലോക്കേജസ് വരുമ്പോഴാണോ? ഹാർട്ടില് ആണോ?
യെസ്, ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ പ്രൊസീജിയേഴ്സ് ആണ്, പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് ആരായിരിക്കും പെർഫോം ചെയ്യുന്നത്? കാർഡിയോളജിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു പേഷ്യൻസിന് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഹാർട്ട് ഫങ്ഷൻസ് നടക്കാത്ത സിറ്റുവേഷൻസിലാണ്, ഹാർട്ടുമായി റിലേറ്റഡ് വരുന്ന പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിട്ട് നടക്കാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത്തരം പ്രൊസീജിയേഴ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ്, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ആ പേഷ്യൻസിന് നേരിടണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ബ്ലോക്കേജസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഹാർട്ട് സംബന്ധമായിട്ട് രക്തക്കുഴലിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ ഒരു ബ്ലോക്കേജസ് തടയാൻ വേണ്ടി, ആ ബ്ലോക്കേജസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡിയാക് കത്തറൈറ്റൈസേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് കത്തീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എന്ത് ഡിവൈസ് ആണ് കത്തീറ്റർ എന്ന് പറയുന്നത്? കത്തീറ്റർ അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഹാർട്ടിനകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദ്രവങ്ങൾ, ഫ്ലൂയിഡ്സുകളൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു കുഴലാണ്. എന്ത് സ്മോൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. ഓക്കെ, കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു സ്മോൾ ആയിട്ടുള്ള ട്യൂബാണ്. നമ്മുടെ ശരീരത്തിലെ ചില ദ്രവങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സുകളൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ പ്രൊസീജിയർ അവിടെ നടത്തപ്പെടുന്നത്? എങ്ങനെയായിരിക്കും പ്രൊസീജിയർ നടത്തപ്പെടുന്നത്? ഈ രക്തക്കുഴലിനകത്തേക്ക് ഈ കത്തീറ്ററൈസേഷൻ, ഈ കത്തീറ്റർ അതിനകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ അവിടെ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന പ്രൊസീജിയർ നടത്തുന്നത് കേട്ടോ. യെസ്, അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു തിൻ ട്യൂബ് ആണ് എന്ത് കത്തീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല കേട്ടോ. ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്ന് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞു തന്നതാണ്. നെക്സ്റ്റ്, ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ആൻജിയോപ്ലാസ്റ്റി എന്താണ്? ആൻജിയോപ്ലാസ്റ്റി യെസ്, ബ്ലോക്ക് ആയ ബ്ലഡ് വെസൽസിന് ബലൂൺ വെസൽസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, ബലൂൺ ഡയലേഷൻ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പ്രൊസീജിയർ നടത്തുന്നത്. അതായത് ആൻജിയോപ്ലാസ്റ്റി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? അതായത് എത്രത്തോളം ബ്ലോക്ക് വന്നാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കും? ഹാർട്ടിൽ എത്രത്തോളം ബ്ലോക്ക് വന്നാൽ, എത്രത്തോളം ബ്ലോക്കുകൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നീക്കാൻ സാധിക്കും? ആൻജിയോപ്ലാസ്റ്റിയില് 2 ബ്ലോക്ക് ആണോ? അതായത് ഏകദേശം ഒരു 3 ബ്ലോക്കും അത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിച്ച് നീക്കാൻ പറ്റും. 3-ൽ കൂടുതൽ വന്നാലും നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? 3-ൽ കൂടുതൽ ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? യെസ്, വെരി ഗുഡ്, ബൈപ്പാസ് സർജറി വരുന്നത് അല്ലെ. അതായത് 3 ബ്ലോക്സ് വരെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിച്ചിട്ട് ആ പ്രൊസീജിയർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ 3-ൽ കൂടുതൽ ബ്ലോക്കേജസ് ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ബൈപ്പാസ് സർജറീസ് ഒക്കെ അവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? മിനിമൽ ഇൻവാസീവ് സർജറി പ്രൊസീജിയേഴ്സ് ആണ്. ഇവിടെ നോൺ സർജറിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും എന്താണ്, ചെറിയ മുറിവുകളിലൂടെയാണ് ഇത്തരം ട്രീറ്റ്മെന്റ്സുകൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ഇന്റർവെൻഷൻ റേഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ചെറിയ മുറിവുകളിലൂടെ നടത്തപ്പെടുന്ന പ്രൊസീജിയേഴ്സ് ടെക്നിക്സുകളാണ്. ഏതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന്, ഇമാജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അഥവാ ആൻജിയോഗ്രാഫി, ദെൻ ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തറൈറ്റൈസേഷൻ ആൻഡ് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ഇതിന്റെ പേരുകളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എക്സാമിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ എക്സ്പാൻഷൻ വേണോ നിങ്ങൾക്ക്? എഴുതിയെടുക്കണ്ടല്ലോ. ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ബലൂൺ ഡയലേഷൻ നടക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയാമോ എല്ലാവർക്കും? അതായത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്തീറ്റർ കടത്തി വിടുന്ന സമയത്ത് അതിന്റെ ടിപ്പിലായിട്ട്, അതായത് ടോപ്പിലായിട്ട് എന്തുണ്ടാവും? ഒരു നീഡിലും ഒരു ബലൂൺ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ബ്ലഡ് വെസൽസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് പ്ലേസിലാണോ ഈ ബ്ലോക്കേജസ് ഉള്ളത് അവിടുത്തെ ഏരിയയില് രക്തക്കുഴലുകൾ ചുരുണ്ടരും. അപ്പൊ നമുക്ക് ഇത് പോകുന്ന സമയത്ത് എന്താണ് ഈ രക്തക്കുഴലുകൾ, ബ്ലോക്കേജ് വന്ന രക്തക്കുഴലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു ബലൂൺ ആ ഒരു സമയത്ത് ആ രക്തക്കുഴലിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന സമയത്ത്, ആ ഒരു പ്ലേസിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് എന്താണ് ആ ബലൂൺ ഇങ്ങനെ നോർമലി വീർത്തു വരും. അതായത് ഇങ്ങനെ അത് വീർത്തുകൊണ്ട് വരും അല്ലെ? അത്തരം സിറ്റുവേഷൻസിൽ എന്താണ് ആ ബലൂൺസിനോടൊപ്പം എന്തും വികസിക്കും? ചുരുങ്ങി കിടക്കുന്ന ബ്ലഡ് വെസൽസ് കൂടി വികസിക്കാനായിട്ട് ആരംഭിക്കും. അതായത് ആ ബ്ലഡ് വെസൽസിനെ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്? ഈ ബലൂൺസിന്റെ സഹായത്തോടു കൂടിയാണ്. ആ പ്ലേസിൽ എന്താണ് ആ ബ്ലഡ് വെസൽസിന്റെ ഭിത്തികളില് അതെന്താണ് ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വികസിച്ചു വരും. അപ്പൊ അവിടെ എന്തിടുന്നു? അതൊരു മെറ്റൽ മെറ്റീരിയൽ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നടത്തപ്പെടുന്നത്. അതായത് ചുരുങ്ങി കിടക്കുന്ന ബ്ലഡ് വെസൽസിലേക്ക് നമ്മൾ ഈ ബലൂൺ ഡയലേഷൻ എന്ന പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് ആ ചുരുങ്ങി കിടക്കുന്ന ബ്ലഡ് വെസൽസിന് എന്ത് ചെയ്യുന്നു? അതിനെ വികസിപ്പിച്ചെടുത്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അറിയാത്തവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് റേഡിയേഷൻ ഓങ്കോളജി? ഓൺകോളജി ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെ? നോക്കാം. Radiation oncology is used for performing radiation-based therapy on cancer patients. High energy radiation utilized in the treatment destroy cancer cells and prevent them for proliferating. This process can either regulate the problem or can cure it entirely. Radiation oncology എന്താണ് ഉൾപ്പെടുന്നത്? അറിയാം അല്ലെ? പ്രധാനമായിട്ടും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്യാൻസർ സെല്ലുകളെ റെഡ്യൂസ് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഹൈ എനർജി റേഡിയേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്യാൻസർ കോശങ്ങളെ റെഡ്യൂസ് ചെയ്യുന്നു അല്ലെ? അതായത് അതിന്റെ വ്യാപനം, പ്രോലൈഫറേറ്റിംഗ് എന്ന് പറയുന്നത്, പ്രോലൈഫറേറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ക്യാൻസർ കോശങ്ങളുടെ വ്യാപനം തടയുന്നു. ഓക്കെ, ഡിസ്ട്രോയിങ് cancer cell using radiation. Okay, thus this process can either regulate the problem or can cure it entirely. അപ്പൊ നമ്മൾ ഒരു പരിധി വരെ അല്ല ഇത് എന്താണ് ക്യാൻസർ പടരുന്നത്, ആ ഒരു സെൽസ് പകരുന്നത് നമുക്ക് ഒരു പരിധി വരെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കണം. ഓക്കെ, നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്കാണ്. വർക്കിന്റെ ബേസിസിൽ റേഡിയോളജിയിലെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3 തരത്തിലാണ്. ഡയഗ്നോസ്റ്റിക്, ഇന്റർവെൻഷണൽ ആണ്, റേഡിയേഷൻ ഓൺകോളജി. ഓക്കെ, യെസ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജീസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളെ പേരുകൾ ഓർത്തു വയ്ക്കാം കേട്ടോ. ബ്ലഡ് വെസൽസ്, ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി എന്ന പേരുകൾ ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏത് ഭാഗത്തായിട്ടാണ് നമ്മൾ കാണാറുള്ളത്? പെട്ടെന്ന് അത് കാണാറുണ്ടോ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കൺജസ്റ്റഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഒരു ലൊക്കേഷൻ വരുന്നത്? ഇന്റർവെൻഷന്റെ പോയിന്റ്സ് പഠിച്ചാൽ മതിയോ? പഠിച്ചാൽ മതി. ഐഡ്ലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ വരേണ്ടത് അല്ലെ? ഓക്കെ,
നമ്മള് എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി. എന്തിന്റെ അടുത്തായിരിക്കണമെന്നാണ് പഠിച്ചത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റും എമർജൻസി ഡിപ്പാർട്ട്മെന്റും എവിടെ ആയിരിക്കണം? തൊട്ടടുത്ത് തന്നെയായിരിക്കും വരണമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ. അപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിന്റെ മെയിൻ ലൊക്കേഷൻ വരുന്നത്. The ground floor is optimal location of sophisticated equipments like CT and MRI scanners. Okay. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഡിയോളജി സർവീസസ് ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റുവേറ്റ് ചെയ്യാനായിട്ട് കാരണം? അവിടെ എങ്ങനെയുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അതായത് നമ്മൾ MRI CT പോലുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഹെവി വെയിറ്റ്സ് ഉള്ള ഉപകരണങ്ങളാണ്. അതായത് കുറച്ച് ഡിഫിക്കൽട്ടീഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ്. എന്ത്? അതുകൊണ്ട് തന്നെയാണ് അതിനെ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് അഥവാ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന രീതിയിൽ സൂചിപ്പിച്ചത്. അപ്പൊ അത്തരം ഉപകരണങ്ങൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് എന്താണ്? ഒരു ഗ്രൗണ്ട് ഫ്ലോർ തന്നെ. അത് തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇത്തരം ഹെവി എക്യുപ്മെന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലോറുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രയാസമാണ്. ഇൻ കേസ് നമുക്കത് ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടോ മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടോ മുകളിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് എന്താ ഇതിനെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നമ്മൾ അതിന്റെ ലൊക്കേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? യെസ്, സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. The department not only care for walking patients but also പേഷ്യൻസിന് കൂടി ആക്സസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ഹെവി എക്യുപ്മെന്റ്സുകൾ ആയതുകൊണ്ട് കൂടിയാണ് അല്ലെ. Then the department not only care for walking the patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. ഇനി അതായത് നമുക്ക് നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് വെക്കാനായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം ബാക്കി ആരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എമർജൻസി പേഷ്യൻസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് അൺഎബിൾ ടു വാക്ക് അല്ലെ, പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ചില പേഷ്യൻസിന് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് റാപ്പിഡ് ആയിട്ടുള്ള സ്കാനിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് അവരതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഓക്കെ, ഓക്കെ. Then fourth point എന്താണ്? Should be easily reachable to OPD patients, inpatients, emergency department. Should be easily reachable to ആർക്കാണ് അത് ഈസി ആവുന്നത്? ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതൊക്കെ പേഷ്യൻസിനാണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ആണ്. അതർ എമർജൻസി പേഷ്യൻസിന് എല്ലാം തന്നെ എന്താണ്? ഈസിലി റീച്ചബിൾ ആവുന്ന തരത്തിലാണ് ഈ ഗ്രൗണ്ട് ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. Then it should not be put between other departments. It should not be put between other departments. എന്താ പറയുന്നത്? മിക്ക ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിട്ട് ഒരു കൺജസ്റ്റഡ് പ്ലേസിലായിരിക്കും ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ല അല്ലെ. പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അധികം സമ്പർക്കം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടായിരിക്കും ഇവിടെ ഒരു തൊട്ടടുത്ത ഒരു ലൊക്കേഷൻ വരുന്നത്. അല്ലാതെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലൊന്നും ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം എന്താണ്? ഇത് റേഡിയോളജി ആയതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കം വരാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, then it should have some room for expansion at a later date. It should have some room for expansion at a later date. ഇവിടെ എന്താ പറയുന്നത്? It should have some. നമ്മളിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഫ്യൂച്ചറിൽ നമുക്കിനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ആ ഒരു റൂം തന്നെ നമുക്ക് എന്താണ് എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അത്തരം സാഹചര്യത്തിൽ പിന്നീട് ഒരു എക്സ്പാൻഷൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് കൂടി കുറച്ച് ഏരിയ കണ്ടെത്തിയിട്ടായിരിക്കുള്ളൂ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതായത് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹൈവി ഡിവൈസസുകളോ എക്യുപ്മെന്റ്സുകളോ ഒക്കെ ചിലപ്പോ ഇനി വരും സമയങ്ങളിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. അപ്പൊ അതും കൂടി അതിന്റെയും കൂടി സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ആ ഒരു ഏരിയ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിനും കൂടി എക്സ്ട്രാ സ്പേസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എക്സ്പാൻഷന് വേണമെങ്കിൽ
എക്സ്ട്രാ സ്പേസ് കൂടി അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ പോയിന്റ്? ഓക്കെ. അടുത്തത് flexibility, expandability and upgradability required to be taken into account while setting the department. Sitting അല്ല setting ആണ്. Setting the department. Flexibility. What is flexibility? Flexible ആണെന്ന് പറയുന്നത് എന്താ? Flexibility നല്ല വഴക്കം ഉണ്ടെന്ന് പറയാം അല്ലെ നമ്മള് ഫ്ലെക്സിബിൾ ആവാ. എക്സ്പാൻഡിബിലിറ്റി വിപുലീകരണം. എക്സ്പാൻഡിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വിപുലീകരണം. അപ്ഗ്രേഡബിലിറ്റി. അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? നവീകരണം. ഈ 3 പോയിന്റ്സ് ഉള്ളത് കൂട്ടി വായിച്ചു നോക്കിയേ. ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡിബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി. വഴക്കം അല്ലെങ്കിൽ എന്താണ്? വിപുലീകരണം, നവീകരണം. എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. Required to be taken into account with setting department. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം അല്ലെ? അപ്പൊ അതിനും കൂടി നമ്മൾ എക്സ്ട്രാ ഏരിയാസ് കണ്ടെത്തിയിരിക്കണമെന്ന് പറഞ്ഞു. എക്സ്ട്രാ ഏരിയാസ് കൂടി കണ്ടെത്തിയിട്ടായിരിക്കും കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് ഈ സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും തരത്തിൽ വിപുലീകരണം, എക്സ്പാൻഡ് നടത്തുക, വിപുലീകരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇതിനെ നവീകരിക്കാനൊക്കെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പേസസ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഓക്കെ, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏത് സമയത്തും അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഈ എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരാം. അതായത് ഇപ്പൊ ഉപയോഗിക്കുന്ന MRI ആണെങ്കിലും CT ആണെങ്കിലും എന്താണ്? ചിലപ്പോ ടെക്നോളജി ഒക്കെ വികസിക്കുന്ന സമയത്ത് തന്നെ എന്താണ്? എന്തെങ്കിലും എക്സ്പാൻഷൻ ഒക്കെ എക്യുപ്മെന്റ്സുകൾക്ക് വന്നാൽ പോലും എന്താണ്? നമുക്കത് സെറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യത, അതായത് അതിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, നവീകരിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പേസും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏത് സമയത്ത്, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എല്ലാത്തരം സൗകര്യങ്ങളും കൂടി നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ഇതിന്റെ ലൊക്കേഷൻസ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒപ്റ്റിമൽ ലൊക്കേഷൻ ഫോർ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് ലൈക്ക് CT ആൻഡ് MRI സ്കാനേഴ്സ് ഉള്ളത് കൊണ്ട്, അതായത് സങ്കീർണമായിട്ടുള്ള ഇത്തരം ഉപകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നടന്നു വരുന്ന പേഷ്യൻസിനാണെങ്കിലും മാത്രമല്ല, നടന്നു വരുന്ന സാധാരണ പേഷ്യൻസിന് മാത്രമല്ല, എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസിനും എത്രയും പെട്ടെന്ന് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള റാപ്പിഡ് ആയിട്ടുള്ള സ്കാനിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് എന്താണ്? ഈ ഒരു ലൊക്കേഷൻ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അഭികാമ്യമായിട്ട് തോന്നുന്നത് അല്ലെ? ഇനി അത് മാത്രമല്ല, OP പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും അതർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിനും ഒക്കെ എന്താണ്? ഈസിലി റീച്ചബിൾ ആവുന്ന തരത്തിലായിരിക്കും ലൊക്കേഷൻ വരേണ്ടത്. പിന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കരുത്, അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ ഇത് വരാനായിട്ട് പാടുണ്ട്. Then it should have some room for expansion. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട എക്സ്പാൻഡ് ഫ്ലെക്സിബിൾ ആക്കേണ്ട ടൈമിലൊക്കെ എന്താണ്? അതിന്റെ കൂടി എക്സ്ട്രാ സ്പേസസ് കൂടി നമ്മൾ അതിന്റെ എക്സ്ട്രാ ഏരിയാസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അതിന്റെ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇത് ഏത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് മാത്രമാണ് ചോദിക്കാറ്. പഠിച്ച കാര്യങ്ങളൊന്നും ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ്. ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു പോയിന്റ് കേട്ടോ, ഈ ഒരു പോയിന്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD, ഇൻപേഷ്യൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഏതൊക്കെ ആർക്കൊക്കെയാണ് ഈസിലി റീച്ചബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എന്തൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും എന്തൊക്കെ സ്പേസ് നെസസിറ്റി അല്ലെങ്കിൽ സ്ഥല ആവശ്യകതകളും ഉണ്ടെന്ന്. അതായത്
റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസും സ്പേസസും ഫെസിലിറ്റീസും എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. ഒരു റിസപ്ഷൻ ഏരിയയും അത് രജിസ്ട്രേഷൻ ഏരിയാസും ഉണ്ടായിരിക്കും. പേഷ്യൻസിന് വേണ്ടി ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഇതൊരു സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? റിപ്പോർട്ട്സുകൾ സെപ്പറേറ്റ് ചെയ്യാനും കളക്ട്, അതായത് ഏത് CT ആണോ MRI ആണോ അൾട്രാസൗണ്ട് ആണെങ്കിലും ഏത് ഇമാജിൻ ടെക്നിക്സ് ആണ് അത് കളക്ട് ചെയ്യാനും ആ റിപ്പോർട്ട്സുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സെക്രട്ടറി ഏരിയാസ് അല്ലെങ്കിൽ ഒരു ക്ലർക്ക് ഏരിയ കൂടി അവിടെ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ റേഡിയോളജിസ്റ്റ് ഓഫീസ്, handling located close by the X-ray rooms should have provision for viewing and charting films. എന്താ പറയുന്ന റേഡിയോളജി ഓഫീസ്. റേഡിയോളജി ഓഫീസിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഹാൻഡ്ലിംഗ് located close by the X-ray room should have provision for viewing and charting films. എന്താണ് ചാർട്ടിംഗ് ഫിലിംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് റേഡിയോളജി ഓഫീസിന്റെ പ്രത്യേകത എന്തായിരിക്കും അപ്പൊ അവിടെ? അതായത് നമ്മുടെ ഈ എക്സ്റേ എടുക്കുമ്പോഴും അല്ലെങ്കിൽ സ്കാൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫിലിംസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ? ആ ഫിലിംസ് അങ്ങനെ കിട്ടുമ്പോൾ എന്താണ്? അത് ചാർട്ട് ചെയ്യുന്നത്, അതിന്റെ ചാർട്ടുകൾ ചെയ്യുന്നതിനും അതിന്റെ റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് എക്സ്റേ കിട്ടുമ്പോൾ എന്താണ്? എക്സ്റേയുടെ ഫിലിം ആയിരിക്കും അല്ലെ? ആ ഫിലിംസ് ഒക്കെ എന്താണ്? കൃത്യമായിട്ടുള്ള രീതിയിൽ ചാർട്ട് ചെയ്തിട്ടായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്താ പ്രത്യേകമായിട്ട് റേഡിയോളജിസ്റ്റ് ഓഫീസ് കൂടി ഇതിനകത്ത് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്? ഒരു റിസപ്ഷൻ, കൺട്രോൾ, രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും. പേഷ്യൻസിന് വേണ്ടി ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. പിന്നെ റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി ക്ലർക്ക് ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് ഉണ്ടായിരിക്കും. അവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെയാണ്? ഷുഡ് ഹാവ് പ്രൊവിഷൻ ഓഫ് വ്യൂയിങ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. അതായത് എക്സ്റേ സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫിലിംസുകളുടെ ചാർട്ട്, അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് കൂടി അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ? നമുക്ക് ഈ ഒരു ഭാഗം കൂടി നോക്കിയിട്ട് എടുക്കാം. റേഡിയേഷൻ റിസ്കുകൾ. റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് റിസ്കുകൾ ഉണ്ടോ? റിസ്ക് ഉണ്ടോ റേഡിയേഷൻ എടുക്കുമ്പോ? ഇല്ലല്ലേ? ഒരു റിസ്കും ഇല്ല, ആണോ? ഉണ്ട്. എന്തൊക്കെയാണ്? സിവിയർ എഫക്റ്റ് ഉണ്ട്, ക്രോണിക് എഫക്റ്റ് ഉണ്ട്. രണ്ട് രീതിയിൽ അല്ലെ? രണ്ട് രീതിയിൽ നമ്മൾ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. റിസ്കുകൾ ഉണ്ട് അല്ലെ? സിവിയർ ആയിട്ടും ക്രോണിക് ആയിട്ടും നടക്കുന്ന ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സിവിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സിവിയർ കഠിനമായിട്ട് നടക്കുന്ന, അതായത് ഒരു റേഡിയേഷൻ മുതൽ നമുക്ക് കഠിനമായിട്ട് സംഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അല്ലെ? ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ. ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, സെറിബ്രൽ കൺഫ്യൂഷൻ, ഒബ്സർവിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്. അതായത് ഈ സിവിയർ എഫക്റ്റിൽ വരുന്ന കാറ്റഗറൈസേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഹെവി റിസ്ക്, ഹെവി ഡോസേജ് മൂലം സംഭവിക്കുമ്പോൾ അത് ചെറിയൊരു പീരീഡിൽ തന്നെ ഹെവി ഡോസേജിൽ നമുക്ക് റേഡിയേഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതിൽ സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട്, സെറിബ്രൽ എന്താണ്? നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? കൺക്ലൂഷൻസ്. കൺക്ലൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൺക്ലൂഷൻ ഒരു വിറയലായിട്ടില്ലേ നമുക്ക്? വിറയ്ക്കൽ, വിറയ്ക്കാന്ന് തന്നെയല്ല, നിങ്ങൾക്ക് നാട്ടിൽ അങ്ങനെ തന്നെയാണോ പറയുന്നത്? വിറയൽ, ഷിവറിംഗ് എന്ന് പറയില്ല നമ്മള്? ഷിവറിംഗ്, ഷിവറിയാന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കൺക്ലൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിറയ്ക്കല്. ഒബ്സർവിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഇരുട്ട് കയറാം, അല്ലെങ്കിൽ കാഴ്ച മറയുന്നൊക്കെ തോന്നുന്നു, നമുക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, അതെല്ലാം തന്നെ എന്തിന്റെയാണ്? റേഡിയേഷന്റെ പ്രത്യേകിച്ച് സിവിയർ ആയിട്ടുള്ള റിസ്ക് ആണ്. അതേപോലെ ഹെഡ് ഏക്ക്, തലവേദന. ഓക്കെ, ഇപ്പൊ സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ? ഒന്ന് നമുക്ക് വിറയൽ ഉണ്ടാവുന്നു, കാഴ്ച മങ്ങുന്നു, തലവേദന ഉണ്ടാകുന്നു. ഓക്കെ, കൺക്ലൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിറയൽ. ഒബ്സർവിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച മറയുന്ന സിറ്റുവേഷൻ. ഹെഡ് ഏക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തലവേദന. ഓക്കെ, ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സെറിബ്രൽ റിലേറ്റഡ് ആയിട്ടുള്ള എഫക്ട്സുകളാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ്ട്രിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ? ഗ്യാസ്ട്രിക് ആയിട്ട്
ഗ്യാസ്ട്രിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ? ഉണ്ട്. എന്തൊക്കെയാണ്? നോസിയ, വൊമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ. ആമാശയ സംബന്ധമായിട്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു? നോസിയ വൊമിറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോസിയ നമുക്ക് ഛർദ്ദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഓക്കാനം വരാന്ന് പറയില്ലേ നമ്മള്? വൊമിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്ന ഒരു സമയമില്ലേ? വൊമിറ്റിംഗ് ടെൻഡൻസി വരില്ലേ നമുക്ക്? കാണിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. ആ, ഓക്കാനം നമ്മളിവിടെ എറണാകുളംകാർ ഇങ്ങനെ പറയും, നിങ്ങൾ വേറെന്തോ പറയുന്നത് അറിയില്ല കേട്ടോ. യെസ്, അത് തന്നെ. വൊമിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നോസിയ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ വൊമിറ്റിംഗ്, ചിലർ എന്താണ്, ചിലർ ഛർദിൽ ഉണ്ടായിരിക്കും. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അടിവയറ്റിൽ ഉണ്ടാവുന്ന ഒരു തരം പെയിൻ ഉണ്ടാവാറുണ്ട്. അതായത് അബ്ഡോമന്റെ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ പെയിൻ സംഭവിക്കും. അതാണ് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ്. ഇനി ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരാം? എന്തൊക്കെ എഫക്ട് ഉണ്ടാവാം ബ്ലഡ് റിലേറ്റഡ് ആയിട്ട്? അനീമിയ ഉണ്ടാവാം, നാരോ ഡിപ്രഷൻ, അനീമിയ ആൻഡ് അനീമിയ, നാരോ ഡിപ്രഷൻ. അനീമിയ എന്താണെന്ന് അറിയാലോ? അനീമിക് ആവെന്ന് പറഞ്ഞാൽ എന്താ? അനീമിക് ആവെന്ന് പറയുന്നത് എന്താണ്? നമ്മള് വിളർച്ച ഉണ്ടാവുക അല്ലെ? വിളർച്ച. നാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാരോ ഡിപ്രഷൻ നമ്മുടെ ബോൺ മാരോന്റെ ആക്ടിവിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്യുന്നത്. നമ്മുടെ ബോൺ മാരോസിന്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്ത് എഫക്റ്റിൽ ഉൾപ്പെടുന്നതാണ്? റേഡിയേഷൻ റിസ്കിന്റെ സിവിയർ ആയിട്ടുള്ള എഫക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇത് കഠിനമായിട്ടുള്ള ഒരു എഫക്റ്റിൽ ഉൾപ്പെടുന്ന കാറ്റഗറീസ് ആണ് എന്ത്? സെറിബ്രൽ, ഗ്യാസ്ട്രിക് ആൻഡ് ബ്ലഡ് റിസ്കുകൾ. ഓക്കെ, പഠിക്കണം കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. സെറിബ്രൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് പഠിക്കണം. എന്തൊക്കെയാണ് സെറിബ്രൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എഫക്റ്റുകള്? കൺക്ലൂഷൻ, ഒബ്സർവിംഗ് ഓഫ് വിഷൻ ആൻഡ് ഹെഡ് ഏക്ക്. ഗ്യാസ്ട്രിക് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? നോസിയ, വൊമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ആൻഡ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? അനീമിയ ആൻഡ് നാരോ ഡിപ്രഷൻ. ഓക്കെ, യെസ്, മനസ്സിലായോ സിവിയർ എഫക്റ്റ് എന്താന്ന്? റേഡിയേഷന്റെ ഹെവി ഡോസേജ് മൂലം നമുക്ക് സംഭവിക്കുന്ന എഫക്ട്സുകളാണ്. അതിനെയാണ് നമ്മൾ സിവിയർ എഫക്ട്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താണ് അമൃത ഒരു പടക്കം പൊട്ടിച്ച്? എന്ത് സിമ്പിൾ ആണ് ഇത്? അമൃത, എന്ത് സിമ്പിൾ ആണ് ഇപ്പൊ താൻ ഇട്ടത്? ഓ, ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടോ എന്തോ പടക്കം പൊട്ടിയ ഒരു ഇമാജസ് ആണ് കണ്ടത്. എന്താ സംഭവം? പുതിയതാണോ അത്? ഓക്കെ, ഞാൻ ഇത്ര എടുത്തിട്ട് തനിക്ക് ഇത് പറ്റിയെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാ ചോദിച്ചത്. ഇങ്ങനെ ഒരു സ്മൈൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, താങ്ക് യു. അടുത്ത എത്ര അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് വരണേ. പിന്നെ നിങ്ങളോട് കാര്യം പറയാം, നിങ്ങള് ഏകദേശം കഴിഞ്ഞ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. കാരണം എക്സാം ഇപ്പൊ തന്നെ ആവും. അപ്പൊ പയ്യെ റിവൈസ് ചെയ്ത് തുടങ്ങിക്കും. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് പഠിക്കാൻ നോക്കണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങി. കാരണം ഈ ഒരു മാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തായാലും പോർഷൻസ് തീരും, എക്സാം ഉണ്ടാവും. അപ്പൊ കിട്ടുന്ന സമയം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും നേരത്തെ പഠിക്കുക, അല്ലാത്തവരും നിങ്ങൾക്ക് സമയം കണ്ടെത്തി നേരത്തെ പഠിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് അറിയാൻ നമ്മള് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അത്രയും ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, യെസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.